ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ചെടികളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതല്ലേ. അപ്പം നമുക്കിന്ന് അതൊക്കെ ഒന്ന് നട്ട് നനച്ച് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പം നമ്മളെപ്പോഴും ബിസിയായിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കാൻ സമയമേ ഉണ്ടാവില്ല. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാനും പറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരുകയില്ല, അത് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ ബിസിയായിരിക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത്. നമുക്ക് എന്തിനാണോ കൂടുതൽ പ്രിയമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്തിട്ടാണോ സന്തോഷം കിട്ടുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യുക. ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിഷ്ടമാണ്, നമുക്ക് ഹാപ്പിയാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും ചെയ്യുക. അപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ മുകളിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്രോ ബാഗ് ബാലൻസ് ഉണ്ടായിരുന്നു, അതിലും നട്ട്. കൂടാതെ നമ്മൾ കുറച്ച് ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ മണ്ണ് നിറച്ച് മുഴുവൻ നമ്മൾ മുകളിലേക്ക് നട്ട് വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. വെയിലാണെങ്കിലും വൈകുന്നേരം ചെറിയ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പുല്ലാണ് കേട്ടോ നടുന്നത്. നമ്മൾ പേൾ ഗ്രാസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഴി കുത്തിയിട്ട് അതിലിതുപോലെ നമ്മുടെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിന്നെ ഇച്ചിരി എല്ലുപൊടിയും ചേർത്തിട്ട് ആ കുഴിയിലോട്ടിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പുല്ല്. അപ്പോൾ അത് ഇതിലോട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് വെച്ച് മൂടി കൊടുക്കും. ഒരു 2 മാസം കൊണ്ട് കവർ ചെയ്യുന്നതാണ് നമുക്ക് തന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം എത്ര മാസം എടുക്കുമെന്ന്. ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ മാത്രമേ കേട്ടോ വളം കൊടുത്തിട്ടുള്ളൂ. ഇനി വേണേൽ നമുക്ക് എന്തെങ്കിലും ചകിരിച്ചോറോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് വെതറി കൊടുക്കാം. ചകിരിച്ചോറ് വേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എന്തെങ്കിലും നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നോളൂ എന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ വളർന്നു വരാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ, കട്ട വെയിറ്റിംഗ് ആണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇച്ചിരി പുല്ല് നടണം എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡും കൂടെ ഉണ്ട്, തന്നെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പം നമ്മളിതുപോലെ നമ്മുടെ ഇതില്ലേ, നമ്മുടെ നാട്ടിൽ പാരാന്ന് പറയാം, എന്താ ഇതിന് പറയുക, നമ്മൾ കമ്പി വെച്ച് ഇങ്ങനെ കുത്തി ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് വളമിട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും എടുക്കാൻ പറ്റിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിഞ്ഞ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്ക്വയർ ഫീറ്റൊക്കെ വാങ്ങിച്ച് പിരിച്ച് നടണമായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പോർഷനിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുല്ല് നടൽ കർമ്മം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഉള്ള ലുക്ക് എന്ന് പറയാനുള്ളത്. ഇനി ഇച്ചിരി പോർഷനും കൂടി ഉണ്ട്. ഞാൻ 2 ഷീറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഷീറ്റ് അവിടെ തികഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ലാസ്റ്റ് എൻഡിൽ കുറച്ചുകൂടി സ്ഥലം ബാക്കിയുണ്ട്. പിന്നെ അതിലും കൂടെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഈ പരിപാടി അന്നത്തോടുകൂടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നടക്കത്തേയില്ല. അപ്പോൾ അതിന്ന് എന്തായാലും ചെയ്യണം എന്ന് തന്നെ ഇറങ്ങി പുറപ്പെട്ടേക്കുവാണ്. അങ്ങനെ കുറേ നാളായിട്ട് ശരിക്കും ഹൗസ് വാമിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ഇത്. പക്ഷേ നടന്നില്ല, നമുക്ക് സമയം ഉണ്ടായില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ, നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം വന്നത്. അപ്പോൾ ചെറിയ കാര്യമാണെങ്കിലും എഫേർട്ട് എടുത്താലേ മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ചെടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് യെസ്റ്റർഡേ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ആ 2 ഡബിൾ കളർ വരുന്ന വൈറ്റ് പിന്നെ ഒരു പർപ്പിൾ വൈറ്റിലേക്ക് മാറുന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെടിയില്ലേ. അപ്പോൾ അതിങ്ങനെ കുറച്ച് മരം പോലെ ആയി വരും. അപ്പം ഞാൻ വിചാരിച്ചത് അത് ഒരു ചട്ടിയിലാണ് ഉണ്ടായിരുന്നത്, അതിവിടെ തറയിൽ നട്ടു കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഈ പുല്ലും ആ ഒരു ഫ്ലവർ പ്ലാന്റിങ്ങെല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടാവും വളർന്നു വന്നാൽ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു മണിമുല്ല പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള പ്ലാന്റ് ആയിരുന്നു. മണിമുല്ല ഒരെണ്ണം വാങ്ങിക്കണം എന്നുള്ളത്. അത് വീഡിയോസ് കണ്ട് അങ്ങോട്ട് അതിനോടൊരു ക്രേസ് തോന്നിയതാണ്. അതിവിടെ നമുക്ക് പടർത്തി കൊടുക്കാം. പടർന്ന് കയറിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്പിയിൽ ഇങ്ങനെ പടർത്തിയെടുക്കാം. അപ്പം നല്ല മണമുള്ള പൂവുണ്ടാവും കേട്ടോ. മുല്ലപ്പൂവിൻ്റെ അതേ മണമുള്ള നല്ല മണമുള്ള പൂവുണ്ടാവും. കൊല കുത്തി ഉണ്ടാവും. ഏകദേശം ഒരു 6 മാസം 1 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആവും. എന്തായാലും പടർന്ന് കയറി കഴിഞ്ഞാലും പൂവുണ്ടായി കഴിഞ്ഞാലും കാണാൻ ഭംഗിയാണ്. അതുപോലെ ഒരു ചെത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെത്തി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 കൂടെ വാങ്ങിച്ച് അതും കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലാവ് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു തൊട്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ നടന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കാറ്റ്സ് ക്ലോ 2 പ്ലാന്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാനിതുപോലെ ചട്ടിയിലാണ് കേട്ടോ നട്ടു കൊടുത്തത്. നമ്മുടെ പിങ്കിയുടെ കൂടിൻ്റെ മുകളിലോട്ട് പടർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ലെറ്റാൻഡിയ വാങ്ങിച്ചിട്ടുണ്ടായില്ലേ, ലെറ്റാനാന്ന് തോന്നിയതിൻ്റെ പേര്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ മുകളിലുള്ള നമുക്ക് ചെറിയൊരു പോർഷൻ ഇതുപോലെ ചെടി നടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ മണി പ്ലാന്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. വെയിൽ കാരണം ഒന്നും നിന്നില്ല. ഇനിയിപ്പോൾ പൂക്കുന്ന പ്ലാന്റ് തന്നെ എന്തായാലും വെക്കണം എന്ന് വിചാരിച്ച്
അങ്ങനെയാണ് ഈ ഒരു കളക്ഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എനിക്കെന്തോ ഈ ഒരു പ്ലാന്റിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തോ ഒരു നോസ്റ്റുമാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡാണ് എല്ലാം വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഇതായിരുന്നു. അപ്പോൾ അതിൽ നിറച്ച് പൂത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നശിച്ചു പോവില്ല, ഇതൊരു പ്രാവശ്യം നന്നാക്കി എടുത്ത് നശിച്ചു പോവില്ല ഈ ഒരു സാധനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ 2-3 കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പർപ്പിൾ കളറ്, വൈറ്റ്, യെല്ലോ, പിന്നെ ഈ ഒരു ഡാർക്ക് റെഡ്, പിന്നെ യെല്ലോയും റെഡും കൂടെ വരുന്നത്. അങ്ങനെ 3-4 കളർ അവിടെ കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെടി നടലിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ രാവിലെ അതിനിറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ വേറെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് വെയിലൊക്കെ വരുന്നതിന് മുമ്പേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിലൊക്കെ നല്ലോണം കയറി വന്നപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. രാവിലെ ഈ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ ഒരു കാര്യം നടക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഇത് അവിടെ നിൽക്കട്ടെ, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും തന്നെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ നമുക്കൊരു മൂഡ് വേണം. ശരിക്കും പറഞ്ഞാൽ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന നല്ലൊരു മൂഡ് വേണം. നമ്മൾ ക്ലീനിങ് വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് ക്ലീനിങ് റൊട്ടീനും അതുപോലെ മോർണിംഗ് ക്ലീനിങ് റൊട്ടീനും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ, നമ്മളിതുപോലെ വാതിലിൻ്റെ പിറകിലൊരു ഹുക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്ന്, വാൾ ഹുക്ക്. അപ്പോൾ അതിലാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വൈകുന്നേരം ഇടേണ്ട ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തിടുന്നത്. അത് നൈറ്റ് ഒരു ടൈമിലൊക്കെ ഇട്ടിട്ട് പിന്നെ പിറ്റേ ഒരു ദിവസം കൂടി യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴുകാനുള്ള തുണികളും അതുപോലെ ആ റൂമിൽ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പം തന്നെ മാറ്റാം. അപ്പം തന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഫ്രഷ് ഫീലിംഗ് ആണല്ലോ. നമ്മുടെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്നത് കാണാനായിട്ട്. അപ്പം ഞാൻ എന്നാൽ തുടക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചുമ്മാ അടിച്ചിടുന്നേ ഉള്ളൂ. ഇന്നലെ തുടച്ചതാണ്. എല്ലാ ദിവസവും ചെയ്യാമെന്ന് നമ്മുടെ നടുവൊടിയും. ഇനി ഇതേ മക്കളുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ പോയതിന് ശേഷം ഞാനിങ്ങോട്ട് കടന്നിട്ടില്ല. ജസ്റ്റ് ജനലൊന്ന് തുറന്നിട്ടത് മാത്രമേ ചെയ്തിട്ടുണ്ടായുള്ളൂ. ഇപ്പം ഇനി ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തി ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് പിന്നെ അവരിതുപോലെ ഉപയോഗിച്ചിട്ട് തിരിച്ചു വെക്കാത്ത ഒത്തിരി സാധനങ്ങളുണ്ടാവും അവരുടെ റൂമിൽ. അപ്പോൾ ആരെങ്കിലും കയറി വന്നാലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ നമുക്ക്. അന്നേരം ചെയ്യണ്ടല്ലോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മക്കളുടെ റൂമിൽ ഇതുപോലെ നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു നെറ്റിൻ്റെത്. ഇത് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ് ഒരെണ്ണം ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഒരു മെനയില്ല. റൂമിൽ ഇങ്ങനെ ബക്കറ്റ് കൊണ്ടുപോയി വെച്ച പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരെണ്ണം കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് തുണി കഴുകാനായിട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വാഷിംഗ് ഏരിയയൊക്കെ മുകളിലാണ്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് എല്ലാ റൂമിലെയും കൊണ്ടുപോയി ഒന്നിച്ച് ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് മുകളിലോട്ട് കൊണ്ടുപോയി എനിക്ക് എളുപ്പമുണ്ട്. അങ്ങനെ ഒരു സാധനം താഴെ വെച്ചതുകൊണ്ട്. പിന്നെ അവരവിടെ എവിടെയും കൊണ്ടുപോയി ഇടത്തുമില്ല. അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് തപ്പിയെടുക്കണം, ബെഡേലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധനം വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അവരുടെ സ്റ്റഡി ടേബിൾ അതൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കട്ടെ. രാവിലെ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അതുപോലെ പോയതാണ്. ഇനി ഒന്ന് തുടച്ചിടണം. ഈ പേനയുടെയും പെൻസിലിൻ്റെയും ഒക്കെ ഒരു പൊടി ഉണ്ടാവില്ലേ, അത് തറയിലോട്ട് വീണ് കഴിഞ്ഞാൽ അപ്പടി അവിടെയൊക്കെ ആവുകയും ചെയ്യും. നമുക്ക് തറ തുടക്കാൻ നല്ല പണിയായിരിക്കും. അപ്പോൾ ശരിക്കും അവർക്ക് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ പെൻസിലിൻ്റെ പൊടി എന്തായാലും അവിടെ കിടക്കും. പിന്നെ അവിടെ ഇവിടെയായിട്ട് ജനലക്കലും ഒക്കെ സാധനങ്ങൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ജനലക്കൽ സാധനം വെക്കുന്നത്. ചിലപ്പോൾ സമയത്ത് ഞാനും കൂടെ വെക്കാറുണ്ട്. എന്നാലും ഇതെടുത്ത് ഷെൽഫിലോട്ട് എടുത്ത് വെക്കണം. അതെനിക്ക് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ശീലം, അതെന്തോന്ന് അറിയില്ല. ജനലിക്കൽ കണ്ടു കഴിഞ്ഞാൽ ആ കൂടെ ഒരു ദേഷ്യമാണ്. പിന്നെ നമ്മൾ ഈ ജനലിക്കൽ ടൈലാണ് കേട്ടോ വിരിച്ചേക്കുന്നത്. അവിടെ സാധാരണ നമ്മൾ പെയിൻറ്റ് തന്നെ ആയിട്ട് അവിടെ ഇവിടെ ഇത് ഓരോ സാധനം കൊണ്ടുവച്ചിട്ട് പൊടിയാവുമല്ലോ, അഴുക്കാവുമല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് പണിയുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പീസ് ടൈല് വെക്കണമെന്ന്. ഇപ്പം മിക്ക വീടുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ പല്ലിക്കാട്ടവും പിന്നെ ചായയോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് അതൊക്കെ അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഗാർഡനിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് പോയി. കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.